പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. അനങ്ങനടി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ക്വാറിക്കെതിരെ നാട്ടുകാർ രംഗത്ത്. അനങ്ങനടി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ നാട്ടുകാർ രംഗത്ത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്തും ക്വാറിയുടെ പ്രവർത്തനം തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതു സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികളെ പലതവണ വിവരമറിയിച്ചിട്ടും ക്വാറി ഉടമകളെ വിവരം അറിയിക്കാമെന്ന് പറയുന്നതല്ലാതെ ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് മെമ്പർ സാലി പറഞ്ഞു. 2026 ഓഗസ്റ്റ് മാസം 7-ാം തീയതി രാവിലെ പാലക്കാട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചായിരുന്നു സബ് കളക്ടർ. രാവിലെ 7 മണി മുതൽ 10 മണി വരെയും തുടർന്ന് ഓറഞ്ച് അലേർട്ട്. പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്ഫോടനവും അതുപോലെ പ്രവർത്തനവും നടത്തി വലിയ ടോറസുകളിൽ 10ഉം 16ഉം വീലുകളുള്ള ടോറസ് വണ്ടികളിൽ ലോഡ് കയറ്റി വിട്ടിട്ട് ആണ് ഇന്നത്തെ ക്വാറിയുടെ സ്ഥിതിയുള്ളത്. ഇത് സംബന്ധിച്ച് ജിയോളജി വകുപ്പിനെ അറിയിച്ചപ്പോൾ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയിച്ചത്. എന്നാൽ ഉത്തരവ് നിലനിൽക്കുമ്പോഴും ഇവിടെ ഖനനം തുടരുകയാണ്. നിരവധി പരാതികൾ നൽകിയിട്ടും ഇതിനിടയിൽ ഇരട്ടിയിലധികം സ്ഫോടനങ്ങളാണ് ഇവിടെ നടന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ലുവില കൽപ്പിക്കുന്ന സമീപനമാണിത്. അധികാരികളുടെ ഉത്തരവിനെ പോലും വകവയ്ക്കാതെയാണ് ക്വാറിയുടെ പ്രവർത്തനം തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരികളോട് പലവട്ടം വിളിച്ചു പറഞ്ഞു ഇവിടെ നിന്ന് ലോഡ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അധികാരികൾ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസർക്ക് വിളിച്ചു, സെക്രട്ടറിക്ക് വിളിച്ചു, പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിളിച്ചു, അതുപോലെ തന്നെ ജിയോളജി വകുപ്പിൽ വിളിച്ചു. ജിയോളജി വകുപ്പിൽ വിളിച്ചപ്പോൾ അവര് ക്വാറി നിർത്തിവെക്കാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ശേഷവും അവർ ലോഡ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് മുന്നേ ഞങ്ങൾ പല ഉദ്യോഗസ്ഥരിലും പല വിധത്തിലും പരാതികൾ കൊടുക്കും. പരാതി കൊടുത്ത് ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ ദിവസവും പിറ്റേ ദിവസവും ഇരട്ടിയിലധികം ശബ്ദത്തിലാണ് സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവര് ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ലുവില കൽപ്പിക്കുന്നു. അതുപോലെ അധികാരികളുടെ വാക്കിനും പുല്ലുവില കൽപ്പിച്ചിട്ടുള്ള സമീപനമാണ് ഈ ക്വാറിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. 2017-18 കാലയളവിൽ പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായ പ്രദേശമാണിത്. അത്തരമൊരു പ്രദേശത്ത് എങ്ങനെയാണ് ക്വാറിക്ക് ലൈസൻസ് ലഭിച്ചതെന്ന് വ്യക്തമല്ല. ക്വാറി പൂർണ്ണമായും നിർത്തിവെക്കണമെന്നല്ല നാട്ടുകാരുടെ ആവശ്യം. മഴക്കാലം അവസാനിക്കുന്നതുവരെ താൽക്കാലികമായി ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ 2017-ലും 18-ലും നടന്ന ആ ഉരുൾപൊട്ടലും പ്രളയം ഉണ്ടായ സമയത്ത് ഈ 100 മീറ്റർ പ്രദേശത്ത് 3ഓളം സ്ഥലത്ത് ഉരുൾപൊട്ടിയ സ്ഥലമാണ്. എങ്ങനെ ഈ ക്വാറിക്ക് ഇവിടെ ലൈസൻസ് കിട്ടി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴത്തെ വിഷയം ഞങ്ങൾ ക്വാറി പൂർണ്ണമായി അടച്ചു പൂട്ടണമെന്നോ മറ്റോ അല്ല. ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ക്വാറി മഴക്കാലം കഴിയുന്നത് വരെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവൻ തന്നെ ഭീഷണിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർഡ് മെമ്പർ എന്ന നിലയിൽ നിരവധി ആളുകൾ തന്നെ സമീപിക്കുന്നത് ക്വാറി നിർത്തിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ തങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായാണ്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചപ്പോൾ പാലക്കാട് ജില്ലയിൽ നിലവിൽ അത്തരമൊരു സാഹചര്യം ഇല്ലെന്നാണ് അറിയിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കണമെങ്കിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന ഈ ക്വാറി ജനങ്ങളാകെ ഭയന്നിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങൾ വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നെ വിളിച്ചിട്ട് പറയാണ് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് മാറ്റൂ, നിങ്ങൾക്ക് ഇത് നിർത്താനൊന്നും കഴിയുന്നില്ല, ഞങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റും. ഈ വിവരം ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും വില്ലേജ് ഓഫീസർക്കും ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ വിചിത്രമായ മറുപടി എത്തി. പാലക്കാട് ജില്ലയിൽ അങ്ങനത്തെ ഒരു സ്ഥിതിയല്ല നിലവിലുള്ളത് എന്നും ക്യാമ്പ് തുറക്കാൻ കളക്ടർ ഓർഡർ വേണമെന്നും എന്നാൽ അങ്ങനെ ഒരു ഓർഡർ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കും, വിഷയത്തിൽ അടിയന്തരമായി നടപടി ഉണ്ടായില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് ഭരണസമിതിക്കുമെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി അവിടെ പ്രവർത്തിക്കുന്ന ആ ക്വാറിക്കെതിരെ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ പ്രതിഷേധം നടത്താനാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. അതുപോലെ വാർഡ് മെമ്പർ എന്ന നിലയിലും ഈ നാട്ടുകാരൻ എന്ന നിലയിലും ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതൊരു താക്കീത് കൂടിയാണ്, ക്വാറിക്കാർക്കും ബാക്കി ഭരണസമിതിക്കുമുള്ള താക്കീത് കൂടിയാണ്. വാർഡിലെ 3 വീടുകൾക്ക് ഇതിനകം കേടുപാടുകൾ സംഭവിച്ച സാഹചര്യത്തിൽ വിഷയം പഞ്ചായത്ത് ഭരണസമിതിയുടെ ബോർഡ് യോഗത്തിൽ അടിയന്തരമായി പ്രമേയമായി അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട UDF അംഗങ്ങൾ എല്ലാവരും കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ ആവശ്യം ഭരണസമിതി വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വീകരിക്കാതെ കാരണം പ്രമേയമാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു പ്രമേയം കൂടി ഈ കാലാവസ്ഥ ഇത്രയും ദോഷമായി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ വാർഡുകളിൽ 2-3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച ഈ സമയത്ത് പോലും ആ പ്രമേയം അടിയന്തര ബോർഡ് മീറ്റിങ്ങുകൾ ഉൾപ്പെടുത്താതെയാണ് ഭരണസമിതി
ബോർഡ് കൂടിയത്. ഇപ്പൊ ഞങ്ങൾ ഇന്നടക്കം വിളിച്ചു പറഞ്ഞു അടിയന്തര ബോർഡ് മീറ്റിംഗ് കൂടാൻ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും വിളിച്ചു. പക്ഷെ അവരുടെ കണ്ണിൽ ഇത് അത്ര സാരമായ പ്രശ്നമല്ലെന്നും അതിന്റെ ആവശ്യമില്ല എന്നുമാണ് അവർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമീപനത്തിന് കൂട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതൊരു കോറിക്കാർക്കായാലും ഉദ്യോഗസ്ഥന്മാർക്കായാലും ഭരണസമിതിക്കായാലും ഉള്ളൊരു താക്കീതാണ്. അടുത്തത് പഞ്ചായത്തിന്റെ മുന്നിലേക്ക് ഞങ്ങൾ ജനങ്ങളും എല്ലാവരും ഇവിടെ വന്ന് ഇവിടെ പഞ്ചായത്തിൽ നിൽക്കാൻ പോവുകയാണ്. ശക്തമായൊരു പ്രതിഷേധം നടത്താൻ പോവുകയാണ്.